ഷാഫിക്ക വന്നു കടത്തനാട്ടിലെ ഹൃദയങ്ങൾ കീഴടക്കാൻ. വടകര ടീച്ചർ നമുക്ക് സ്വന്തം. അസദായി സ്ഥാനാർത്ഥികളെ ചോക്ലേറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ മധുരത്തിൽ പൊതിഞ്ഞ വാഗ്ദാനം നൽകുന്നതാണല്ലോ സ്ഥാനാർത്ഥികൾ. ഇത് വാഗ്ദാനമല്ല, മധുരം തന്നെ കൊടുക്കുകയാണ്. എല്ലാവരും ഉണ്ടല്ലോ. അതാ KC നിൽക്കുന്നതാ, ടീച്ചറമ്മുണ്ട്, തുഷാർ വെള്ളാപ്പള്ളി ഉണ്ട്. ഇത് തെലുങ്കാനയാണ്. ശരി, തെലുങ്ക് ദേശീയ പാർട്ടി. കേരളത്തിന് പുറത്തുനിന്നും മോട്ടർ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര BJP ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരാണെന്നുള്ളതൊന്നും അറിയണ്ടേ നമുക്ക്? അത് തീർച്ചയായിട്ടും അറിയണം. ആഷിക്കല്ലേ, നമ്മള് കോഴിക്കോട്ടെ വടകരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തരുമോ? അതിനെന്താണ്, നമ്മൾ ഇന്ത്യയിലെ ഏത് സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും ഫോട്ടോ വെച്ചിട്ട് ചോക്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ വെച്ചിട്ടായിരുന്നു ചോക്ലേറ്റ്. അത് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് അതെ ജസ്റ്റ് വെറുതെ റാൻഡമായിട്ട് ചെയ്തത്. നമ്മളിങ്ങനെ ഓരോ സീസണിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ റാൻഡമായിട്ട് ചെയ്തതാണ്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്ത് ഒരു ദിവസം കഴിയുമ്പോഴേക്കും 10 ലക്ഷം ആൾക്കാർ കണ്ട്. അങ്ങനെ അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. ഒരുപാട് പേര് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ ചോക്ലേറ്റ്സ് ഓരോ സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിൻ മെമ്പേഴ്സൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അവർക്കിങ്ങനെ ചോക്ലേറ്റ്സ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. വടകര തന്നെയുള്ള ശൈലജ ടീച്ചറിൻ്റെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു, അവർക്ക് ചെയ്തു. പിന്നെ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം, പിന്നെ അതുപോലെ തന്നെ KC വേണുഗോപാൽ, അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ കേരളത്തിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള ആളുകളൊക്കെ എങ്ങനെ? അത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം ആകുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് പേര്, നമ്മൾ കേരളത്തിനകത്തുള്ളവർ മാത്രമല്ല കാണുന്നത്. അതിലൂടെ തെലുങ്കാന, പിന്നെ മഹാരാഷ്ട്ര, ആസാം, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പയിനിൽ നിങ്ങളുടെ ചോക്ലേറ്റ് ഭയങ്കര ഒരു ട്രെൻഡായി മാറി. അതെ, നമ്മൾ പോലും വിചാരിക്കാതെയാണ് ഇങ്ങനെ ഒരു ട്രെൻഡായി മാറുന്നത്. ചോക്ലേറ്റ്സിൻ്റെ അതൊരു സ്പെഷ്യാലിറ്റി വേറെ തന്നെയാണ്. ചോക്ലേറ്റ്സിലൂടെ ഒരു വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കാര്യം ഉണ്ടാവുന്നതാണ്. അതെ അത് ഇപ്പം വോട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മധുരം എന്തായാലും അവരുടെ മനസ്സിലുണ്ടാവും. ലോക്സഭാ ഇലക്ഷൻ ഒരു ടേണിംഗ് പോയിന്റായി മാറുമോ നിങ്ങൾ ഈ സംരംഭത്തിൽ? അതെ, അങ്ങനെ വിചാരിക്കാം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം, ഒരു പബ്ലിസിറ്റി ഒക്കെ കിട്ടുന്നത്. സ്ഥാനാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആഷിക്കയുടെ ചോക്ലേറ്റ് വാങ്ങാതെ ഇനി ആരും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകണ്ട അല്ലേ? വിനോദ് മുറായക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.